റിപ്പോർട്ടർ ടി വി ആക്രമിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾ സംസ്ഥാന വ്യാപകമായി ഗൂഢാലോചന നടത്തി. തൃശൂരിൽ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും അടുത്ത അനുയായി മിഥുൻ മോഹൻ. വാട്സാപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചാണ് പരസ്യ ആക്രമണത്തിന് ആഹ്വാനം നടന്നത്. റഹീസ് റഷീദ് ചേരുന്നുണ്ട്. റഹീസ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് യൂത്ത് കോൺഗ്രസ് എല്ലാവരുമല്ല, യൂത്ത് കോൺഗ്രസിന്റെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. അത് വെളിപ്പെടുത്തുന്നതാണല്ലോ ഇപ്പോൾ വരുന്ന വാർത്തകൾ. വിനേഷ്, അങ്ങനെയാണ്. ഇത് യാദൃശ്ചികമായി പെട്ടെന്നുള്ള ഒരു വികാര തള്ളിച്ചയിൽ ആരെങ്കിലുമൊക്കെ പോയി പ്രതിഷേധം നടത്തിയതല്ല. നമുക്കെതിരെയുള്ള മുഴുവൻ പ്രതിഷേധങ്ങൾ നോക്കിയാൽ കാണുന്നത്. ആദ്യം ശ്യാം കൊല്ലയിൽ എന്ന തിരുവനന്തപുരം പാറശാലയിലെ ഒരു ഭാരവാഹി റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസ് 20 പേര് വന്ന് അടിച്ചു തകർക്കുമെന്ന് പറയുന്നു. അതിനുശേഷം പേരാമ്പ്രയിലും മേപ്പയൂരിലും നമ്മുടെ വാഹനം ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും അവസാനം തൃശൂരിൽ ഇന്ന് സംഭവം കരിയോയിൽ ഒഴിച്ചിരിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നു. ഇതിനൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി കൃത്യമായ ആഹ്വാനങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ വിനീഷ് പറഞ്ഞതുപോലെ ഇത് കോൺഗ്രസ് പാർട്ടി ഒന്നാകെ എടുത്ത ഒരു തീരുമാനം, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി എടുത്ത ഒരു തീരുമാനം എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഷാഫി പറമ്പിലിനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടും ചേർന്ന് നിൽക്കുന്ന, ഇപ്പോൾ ആക്രമിച്ച ആളുകളെ മുഴുവൻ നോക്കിയാൽ, നമ്മുടെ സംസ്ഥാന ഭാരവാഹികൾ മുതൽ ഏറ്റവും താഴെയുള്ള പാറശാലയിലെ ഭാരവാഹി വരെ നോക്കിയാൽ എല്ലാ ആളുകളും ഷാഫിയെയും രാഹുലിനെയും പാർട്ടിക്കകത്ത് പിന്താങ്ങുന്ന ആളുകളാണ്. എന്ന് മാത്രമല്ല, ഇതുവരെ അതിനെതിരെ ഒരു മുതിർന്ന നേതാക്കളും ഈ ഒരു അക്രമം ശരിയല്ല എന്ന നിലയിൽ രംഗത്ത് വരാതിരിക്കുന്നതും ഇതുകൊണ്ടാണ്. മറ്റൊന്ന്, സൈബർ ഇടത്തിൽ ഇത്തരം ആക്രമകാരികൾക്ക് കിട്ടുന്ന പിന്തുണയാണ്. ഈ റിപ്പോർട്ടർ ടിവിയുടെ വാഹനം തടഞ്ഞു, പേരാമ്പ്രയിൽ തടഞ്ഞപ്പോൾ ആ തടയുന്ന ആളുകൾക്ക് വലിയ അഭിനന്ദന പ്രവാഹം സൈബർ ഇടത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും സൈബർ സ്പേസിലുള്ള അവരെ അനുകൂലിക്കുന്ന ആളുകൾ ചെയ്യുന്നു. ഇപ്പൊ തൃശൂരിൽ ഇന്ന് നമ്മുടെ ഓഫീസ് ആക്രമിച്ചപ്പോൾ അവർക്ക് വലിയ വീരപരിവേഷം കൊടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവരുടെ തന്നെ സൈബർ ടീമുകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ ആവേശം രണ്ട് തരത്തിലാണ്. ഒന്ന്, ആക്രമണകാരികളെ വലിയ സംഭവമായി ചിത്രീകരിക്കുന്നു. മറ്റൊന്ന്, നിരന്തരമായി അവിടെ അക്രമം നടത്തണം, റിപ്പോർട്ടർ ടിവിയെ ആക്രമിക്കണം, മാധ്യമപ്രവർത്തകരെ ആക്രമിക്കണം, അവരുടെ വാഹനങ്ങൾ തകർക്കണം എന്നൊക്കെ പറഞ്ഞ് ഒഫീഷ്യലായ ഗ്രൂപ്പുകളിൽ നിരന്തരം മെസ്സേജുകൾ ഒരു സംഘം ഇരുന്ന് ഇടുന്നു. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ ആക്രമണത്തെ കാണുന്നത്. കോൺഗ്രസിന്റെ പല നേതാക്കൾക്കും ഇതിനോട് എതിർപ്പുണ്ട്. പക്ഷേ ഇതിനോട് ഏതെങ്കിലും തരത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ സൈബർ ഇടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആ തരത്തിൽ ഒരു സംഘടിതമായ ഒരു ടീം തന്നെ ഷാഫിക്കും രാഹുലിനും സൈബർ ഇടത്തിലുണ്ട്. അവരുടെ എതിർപ്പുകൾ ഏത് നേതാവാണെങ്കിലും അവരെ പച്ചത്തെറി വിളിക്കുന്ന, ഇപ്പോ ഇതിനെ അനുകൂലിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ ആക്രമണത്തെ എതിർത്ത് രംഗത്ത് വന്നാൽ ഖാർഗെ വരെ ചീത്ത വിളിക്കുന്ന തരത്തിലുള്ള സൈബർ ഇടം ഷാഫിയും രാഹുലുമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവരെ പേടിച്ച് ഇതിനെതിരായി നിലപാടുള്ള ആളുകൾ പുറത്ത് പറയുന്നുമില്ല. അഭിനേഷ്, ആരാണ് എന്താണ് ഒന്നും നോക്കാതെ തങ്ങൾക്കെതിരെ പറയുന്നവർക്കെതിരെ സൈബർ ഇടത്തിൽ ആക്രമണം അഴിച്ചുവിടുക എന്നുള്ള നിലയിലേക്ക് പോവുകയാണ്. റഹീസ്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാജിവെക്കേണ്ടി വന്നു. ഒടുവിൽ അയാൾക്ക് പടിയിറങ്ങേണ്ടി വന്നു. ഇപ്പോൾ ആ സ്ഥാനം ഒഴിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന് ശരിക്കും ഇപ്പോൾ ഒരു അധ്യക്ഷ സ്ഥാനത്ത് ഒരാൾ ഇല്ല. അതുകൊണ്ട് തന്നെ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാട് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് ആണോ ഇത്തരത്തിൽ ചില ആളുകൾ പെട്ടെന്ന് സ്വയം തീരുമാനിച്ച് ഇത്തരം നടപടികളിലേക്ക് പോകുന്നത്? വിനേഷ്, അതൊരു പ്രശ്നമാണ്. ഇതിനൊരു സംഘടനയ്ക്കൊരു നേതൃത്വമുണ്ടെങ്കിൽ ആ നേതൃത്വത്തിന് ഇതിനകത്തൊരു തീരുമാനം പറയാം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണ്ട എന്ന്. പക്ഷെ ഇപ്പോൾ നേതൃസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ചില ആളുകളുമായി വ്യക്തിപരമായ ബന്ധത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഇതിനെതിരാണ്. പക്ഷെ അവർക്ക് ഈ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നാളെ പ്രസിഡന്റ് ആകാൻ നിൽക്കുന്ന ആളുകളാണ്, അതിനുവേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ ചെയ്തത് ശരിയല്ല എന്നുണ്ടെങ്കിൽ പോലും ഇന്റേണലായി പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ മാത്രമുള്ള ഗ്രൂപ്പിൽ പോലും നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ പറ്റാത്ത മാനസികാവസ്ഥ പല ആളുകൾക്കുമുണ്ട്. ഇതിലൊരു സംസ്ഥാന ഭാരവാഹി ഉണ്ടെങ്കിൽ ആ ഭാരവാഹി ഇതിനെതിരായ നിലപാടെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അണികൾക്ക് ഈ നിലയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ ആക്രമണം നടത്തുന്നു. ആ ആക്രമണത്തിനെതിരെ ഒരു പ്രത്യക്ഷത്തിൽ അത് ശരിയല്ല എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസിന് ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവിച്ചിട്ടുള്ളത്. ആ വിമർശനങ്ങൾ ആ സമയത്ത് റഹീസ് കൂടെ ഏറ്റവും അടുത്തു നിൽക്കുന്നവന്റെ കുത്തിന് ആഴമേറും എന്ന് തുടങ്ങിയ പരാമർശങ്ങൾ വരുന്നു. അതുപോലെ തന്നെ കട്ടപ്പയും ബാഹുബലിയും ഇവിടെ ഇമേജ് ഒക്കെ വെച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ വരുന്നു. ആ രീതിയിലൊക്കെ ആ ഗ്രൂപ്പിൽ തന്നെ വന്നല്ലോ. അതാണ് ഇപ്പൊ നമ്മൾ പേരെടുത്ത് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന അബിൻ വർക്കിക്കോ
KM അഭിജിത്തിനോ JS അഖിലിനോ ഒന്നും ഈ ആക്രമണത്തെ ഈ ചെയ്യുന്നത് ശരിയാണ് എന്ന നിലപാട് അവർക്കില്ല. അവരൊക്കെയായി നമ്മൾ പലതവണ ബന്ധപ്പെടുന്നതാണ്. ഇത്തരം ആക്രമണങ്ങൾ ഒരു തരത്തിലും ശരിയല്ല എന്ന നിലപാട് അവർക്കുണ്ട്. പക്ഷെ അത് ഒരു മാധ്യമങ്ങളോട് വന്ന് പറയാനോ അറ്റ്ലീസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനോ, ഇനി അതൊക്കെ പോട്ടെ, യൂത്ത് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോലും ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടം ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം മുൻപ് അങ്ങനെ പല ആളുകൾ, ഇപ്പോൾ ചാണ്ടി ഉമ്മനെ ഉദാഹരണമായിട്ട് എടുക്കുക. ചാണ്ടി ഉമ്മൻ റിപ്പോർട്ടർ ടിവിയോട് മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയ സമയത്ത് ചാണ്ടി ഉമ്മൻ നമ്മളോട് സംസാരിക്കുമായിരുന്നു. ആ ചാണ്ടി ഉമ്മനെ എന്തൊക്കെ പറഞ്ഞാണ് ഇവർ ആക്രമിച്ചതെന്ന് നമുക്കറിയാം. പക്ഷേ രമേശ് ചെന്നിത്തലയോട് നമ്മളോട് സംസാരിക്കും, K മുരളീധരൻ നമ്മളോട് സംസാരിക്കും, KC വേണുഗോപാൽ സംസാരിക്കും, അവരെയൊന്നും ആക്രമിക്കില്ല. പക്ഷെ ചാണ്ടി ഉമ്മനെ പോലുള്ള അങ്ങനെ ആ റേഞ്ചിലുള്ള നേതാക്കൾ വന്നാൽ അവരെ ആക്രമിക്കും. അതുകൊണ്ടാണ് ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമെന്ന് കരുതുന്ന അഭിനോ അഖിലിനോ അഭിജിത്തിനോ ഒന്നും ഇതിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത്. പക്ഷേ ഒരു പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ പോസിറ്റീവായി അല്ലെ ഇത് ചെയ്യുന്നത് ശരിയാണ് എന്ന നിലപാട് എടുക്കില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം. നമ്മൾ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നു. പക്ഷേ സൈബർ ഇടത്തെ പേടിയാണ് ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അനുകൂലിക്കുന്ന ആളുകളാണ് ഈ ഗൂഢാലോചനയ്ക്കും ആക്രമണത്തിനും പിന്നിലുള്ളത് എന്ന കാര്യം വ്യക്തമാണ്. വിനേഷ്, റഹീസ് റഷീദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതൃത്വത്തോടാണ് നിങ്ങൾ ഇടപെടുക, അവിടെ നിയന്ത്രിക്കുക, കാരണം ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, എന്തിനാണ് ഈ പ്രതിഷേധം എന്നുള്ള കാര്യം കൂടി